നിങ്ങൾ വാഗമൺ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തവരാണോ? എങ്കിൽ നിങ്ങൾക്ക് ഒരു അടിപൊളി ഒരു പ്രൈവറ്റ് റിസോർട്ട് വിത്ത് സ്വിമ്മിംഗ് പൂള്. ഏകദേശം 2 വർഷമായിട്ടുണ്ടാവും ഞാൻ ഇതേപോലെ എൻ്റെ ഫ്രണ്ട്സായിട്ടൊരു യാത്ര തന്നെ പോയിട്ട്. വാഗമണിലെ തണുത്ത ക്ലൈമറ്റില് ഇതുപോലൊരു സ്വിമ്മിംഗ് പൂളോട് കൂടിയിട്ടുള്ളൊരു പ്രൈവറ്റ് റിസോർട്ടിൽ ഞങ്ങളൊരു 7 പേര് താമസിച്ച ഒരു ചെറിയൊരു സ്റ്റോറിയാണിത്. ഇതേപോലൊരു റൂം തന്നെ അപ്പുറത്തെ സൈഡിലുണ്ട്. അങ്ങനെ ടോട്ടൽ 2 റൂം. ഒരു റൂമിൽ ഒരു 4 പേർക്ക് സുഖമായിട്ട് കിടക്കാം. റൂമിൽ നിന്നുള്ള വ്യൂ ഒക്കെ അടിപൊളിയാണ്. തേയിലത്തോട്ടവും മലനിരകളും ഒക്കെ കാണാം. നമുക്ക് ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം അല്പനേരം ഞങ്ങൾ കിടന്ന് മയങ്ങി. അത് കഴിഞ്ഞ് ഫ്രഷ് ആവാനായിട്ട് ഒന്ന് ബാത്റൂമിൽ കയറി നോക്കിയപ്പോഴാണ് അത്യാവശ്യം നല്ല ക്ലീനും ഹീറ്ററും ഒക്കെയുള്ള നല്ല നീറ്റായിട്ടുള്ള ഒരു ബാത്റൂം സെറ്റ്. പിന്നെ നമ്മളുടെ ലഗേജൊക്കെ വെക്കാൻ ഒരു വാൽഡ്രോബ്. ഞങ്ങൾ പ്ലാൻ ചെയ്ത യാത്ര 1 മാസം മുന്നോടിയായിട്ട് പ്ലാൻ ചെയ്തതാണ്. അതിൻ്റെ മെയിൻ അജണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിമ്മിംഗ് പൂളിൽ കിടന്നിട്ടുള്ള ഒരു പരിപാടിയാണ്. സ്വിമ്മിംഗ് പൂളിൽ കിടന്ന് 2 എണ്ണമൊക്കെ അടിച്ച് ഇങ്ങനെ ഒരു വൈബ് അടിക്കുന്ന ഫീല് അത് വേറെ ലെവൽ തന്നെയാണ്. അത് നമ്മളുടെ ഫ്രണ്ട്സായിട്ട് മാത്രമല്ല കേട്ടോ, ഫാമിലി ആയിട്ടും ഒക്കെ നമുക്ക് അടിക്കാൻ പറ്റും. ഇവിടെ എല്ലാത്തിനും നല്ല ഫുൾ ഫ്രീഡം. സ്വിമ്മിംഗ് പൂളിൻ്റെ ബാക്കിൽ ആ മൂൺലൈറ്റ് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ? ഇത്ര നല്ല വ്യൂ കിട്ടുന്ന ഒരു റിസോർട്ട് വേറെ എവിടെയുണ്ട്? അടിച്ച വിസ്കിയുടെ ആണോ ആ സൗഹൃദത്തിന്റെ മത്ത് തലക്ക് പിടിച്ചതാണോ എന്നറിയില്ല. നല്ല അടിപൊളി തണുപ്പുണ്ടായിട്ടും ഞങ്ങൾ അതൊന്നും വകവെക്കാണ്ടത് കടന്ന് ഉല്ലസിക്കുകയായിരുന്നു. അതിനുശേഷം എല്ലാവർക്കും വിശപ്പിന്റെ വിളി വന്നു. പിന്നെ ഒരു കാര്യം, ഇവിടെ നമുക്ക് ഹോംലി ഫുഡൊക്കെ കിട്ടും കേട്ടോ. നേരത്തെ തന്നെ പറയണം ഇവരുടെ അടുത്ത്. ഇത് വിഷ്ണുവും അഭിജിത്തും ഒക്കെ UK എന്ന് വരുന്നപ്പോൾ പ്ലാൻ ചെയ്ത ട്രിപ്പായത്. ഇത് അഭി. ഞങ്ങൾ പണ്ട് തൊട്ടേ ഫുഡി പാർട്ട്നേഴ്സാ. ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് അഭിയായിട്ടാണ് കൂടുതൽ ഞാൻ ഫുഡ് കഴിച്ചിട്ടുള്ളത്. പിന്നെ ഇത് ഗോകുലും പ്രശാന്തും ബിബിനും അഭിത്തൊക്കെ എനിക്ക് +2 വന്ന സുഹൃത്തുക്കളാണെങ്കിലും ആ റെഡ് ഷർട്ട് ഇട്ട ശ്യാമണ്ണനും നമ്മുടെ വിഷ്ണു ഒക്കെ പണ്ട് LKG തൊട്ടുള്ള കൂട്ടാണ്. പക്ഷെ ഇപ്പോഴാണ് ഞങ്ങൾക്ക് ഒരുമിച്ചൊരു യാത്രയിൽ കൂടാൻ പറ്റിയത്. എല്ലാവരുമായിട്ട് ഇങ്ങനെ ചുറ്റിനിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുപാട് പഴയ ഓർമ്മകളൊക്കെ ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റി. പൂളി കിടന്ന് തകർത്തുല്ലസിച്ചുകൊണ്ടാവാം ശരിക്കും നല്ല വിശപ്പും ഉണ്ടായിരുന്നു, നല്ല ടയേർഡും ആയിരുന്നു. ഈ വീഡിയോ ഞാൻ വല്ലാണ്ട് വലിച്ചു കിട്ടണുണ്ടല്ലേ, വേറൊന്നും കൊണ്ടല്ല. ഇതെനിക്കൊരു ഓർമ്മയാണ് ഈ യാത്ര. അതുകൊണ്ട് തന്നെ ഇത്രയ്ക്ക് പ്രൈവസി ആയിട്ട് ഒരു സ്വന്തം വീട്ടിലിരുന്ന് കഴിക്കുന്ന ഒരു ഫീൽ തന്നെ ഉണ്ടായിരുന്നു ഇവിടെ. വൈകുന്നേരം ഡിന്നറിന് അപ്പവും മുട്ടക്കറിയും ചിക്കൻ ഫ്രൈയും ആയിരുന്നു ഞങ്ങൾ കഴിച്ചത്. ചോദിച്ചപ്പോൾ അവിടുത്തെ കെയർ ടേക്കർ പറഞ്ഞു നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വേണോന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇടിയിറച്ചി കൊണ്ടുവന്ന് തരാമെന്ന്. അപ്പം എന്നാൽ ഇടിയിറച്ചി വരുന്ന ടൈമിന് 2 അടിച്ചുകൊണ്ട് ഈ ചന്ദ്രൻ്റെ വെട്ടത്തിൻ്റെ താഴെ നിന്നുകൊണ്ട് ഞങ്ങൾ പതുക്കെ ഓരോ പാട്ടൊക്കെ ഇട്ട് ആ ഓളത്തിൽ തുള്ളി 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 ശരിക്കും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ യാത്രയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യാത്ര വന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ UK വരാൻ തന്നെ കാരണം. ചില നല്ല സുഹൃത്തുക്കൾ ഉണ്ടെങ്കിലാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നതെന്ന് എനിക്ക് അന്ന് മനസ്സിലായി. ഞാൻ പറഞ്ഞ ഇടിയിറച്ചി വന്ന് വേറെ ലെവല് സാധനം കേട്ടോ. അത് കഴിച്ച് ഉറങ്ങി രാവിലെ എഴുന്നേറ്റ് വീണ്ടും നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ കൂടെ ഉള്ളവനെയൊക്കെ ചവിട്ടി എഴുന്നേൽപ്പിച്ച് വീണ്ടും വ്യൂ ഒന്ന് നോക്കാൻ പോയപ്പോൾ എൻ്റെ പൊന്നോ കിടിലം വ്യൂവും നല്ല അടിപൊളി തണുപ്പ്. ബിൽഡിങ്ങുകളിലാണ് ഞങ്ങൾ ഇന്നലെ ഇരുന്ന് ഫുഡ് കഴിച്ചത്. ഇവിടുത്തെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞാൽ എവിടെ നോക്കിയാലും നല്ല കിടിലൻ വ്യൂ ആണ്. ഇതെങ്ങനെയുണ്ട്? വേറെ വൈബല്ലേ? കട്ടഞ്ചയ സ്വിമ്മിംഗ് പൂള്, വ്യൂ, മലനിരകൾ. ഫ്രണ്ട്സായിട്ട് മാത്രമല്ല കേട്ടോ, കപ്പിൾസായിട്ടും ഫാമിലി ആയിട്ടൊക്കെ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഏരിയാസ് ഉണ്ട് നമുക്കിവിടെ കിടന്ന് ടൈം സ്പെൻഡ് ചെയ്യാനും ഇരിക്കാനും ഒക്കെ. 2 റൂമിൽ നല്ല അടിപൊളി സോഫ സെറ്റും TVയും AC ഒക്കെ ഉണ്ട് കേട്ടോ. പെണ്ണുങ്ങൾ രാവിലെ ഇരുന്ന് തന്നെ വീഡിയോ ഒക്കെ ഇരുന്ന് കാണുന്നു, സെൽഫി എടുക്കുന്നു. അപ്പോൾ വിശപ്പിൻ്റെ വിളി വന്നു. രാവിലെ തന്നെ നല്ല പുട്ടും മുട്ടയും കടലക്കറിയും പഴം പുഴുങ്ങിയതും കിട്ടി. നേരത്തെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞായിരുന്നു, ഈ വീടിൻ്റെ എവിടെ നോക്കിയാലും ഫുള്ള് വ്യൂ ആണ്. നല്ല കിടിലം വ്യൂവോട് കൂടി സൈഡ് സീനൊക്കെ ആസ്വദിച്ച് നല്ല പുട്ടും കടലക്കറിയും ചായയൊക്കെ കൂടി കുടിച്ചങ്ങ് എൻജോയ് ചെയ്ത് വർത്തമാനം പറഞ്ഞിങ്ങനെ ഇരുന്ന് സമയം പോയതേ അറിഞ്ഞില്ല. എന്തായാലും നല്ലൊരു യാത്ര തന്നെയായിരുന്നു. വീണ്ടും ഒന്നും കൂടെ സ്വിമ്മിംഗ് പൂളിൽ ഞാനും വിഷ്ണുവും കൂടെ ഇറങ്ങി. ബാക്കിലോട്ടൊന്ന് നോക്കിക്കേ, ആ ഒരു വ്യൂ പൊളിയല്ലേ? അപ്പോൾ വാഗമൺ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു പ്രൈവറ്റ് റിസോർട്ടിൽ വരണം. ഗോൾഡൻ ലിയോ എന്നാണ് റിസോർട്ടിൻ്റെ പേര്. വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ജീവിതത്തിൽ ചില നല്ല കാര്യങ്ങൾ നടക്കണമെങ്കിൽ അതിന് കുറച്ച് നല്ല സുഹൃത്തുക്കൾ കൂടെ ഉണ്ടാവണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ദിസ് ഈസ് ബൈ ബൈ ഫ്രം ആഷ്
അശ്വിൻ.